പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുത്ത് നിന്ന സിസ്റ്റർ പറഞ്ഞത് തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കുന്ന ദൈവത്തിനെ കുറിച്ച് പറഞ്ഞ സിസ്റ്ററിനെ ഒത്തിരി സ്വാധീനിക്കുകയുണ്ടായി. പിന്നെ സുവിശേഷത്തിലെ ഈശോയെ അടുത്തറിയുമ്പോൾ നമുക്ക് കൂടുതൽ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നു എന്നുള്ളതും സിസ്റ്ററിനെ സ്പർശിക്കുകയുണ്ടായി. പിന്നെ സിസ്റ്ററിനെയും എന്നെയും ഒരുപോലെ സ്പർശിച്ചതാണ് ഈ രക്തസ്രാവക്കാരിയുടെ സംഭവം പറഞ്ഞത്. നമുക്ക് ഈശോയെ മുഴുവനായിട്ട് തന്നിരിക്കുകയാണ് എന്നുള്ള ഒരാശയം. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞുള്ള ഈ ദിവസങ്ങളിൽ നമ്മളിപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഉടനെ നടന്നില്ലെങ്കിലോ ഇച്ചിരി താമസിക്കുമെങ്കിലോ ഒന്ന് പെട്ടെന്ന് നടക്കണം എന്നുള്ള ചിന്തകൾ സാധാരണ മനസ്സിലുണ്ടാകുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നാ സംഭവിച്ചാലും ഈശോ അറിയാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പം ഈശോ ഇങ്ങനെ ഞാൻ ഇങ്ങനെയായി ഈ സമയത്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു വിശ്വാസ വീക്ഷണത്തോടെ കാണാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളാണ്. കൗൺസിലിങ്ങിന് വന്നിരുന്നപ്പോൾ നമ്മൾ ചുമ്മാ ചിലപ്പോൾ ആഗ്രഹിക്കുന്നോ പ്രാർത്ഥിക്കുന്നോ കാര്യങ്ങളുമായിരിക്കാം. അതുപോലും മറ്റ് സിസ്റ്റർമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു. അപ്പം നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ പോലും കാണുന്ന, എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയാണ് എൻ്റെ മണവാളൻ എന്നുള്ള കൺസെപ്റ്റ് കിട്ടി. പിന്നെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനകളൊക്കെ ബ്രദർ നന്നായിട്ട് വിശദീകരിച്ച് തന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ കൺസെപ്റ്റ് തന്നെ ഇത്ര നാളും ഇടയ്ക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിരാശയോ വിഷമോ ഒക്കെ വരുമായിരുന്നു. അപ്പം വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോയപ്പം അതിൻ്റെ അകത്തു നിന്നൊക്കെ ഓൾറെഡി പാസ്റ്റായിട്ടുള്ള സെൻറ്റൻസുകളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്തു. പിന്നെ നമ്മൾ വെറുതെ നിരാശപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത വരുന്നുണ്ട്. മനസ്സ് നല്ല ശാന്തമാണ്. താങ്ക് യു. ഈശോയ്ക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് നന്ദി പറയാം.